ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിയാനൂസ് ക്രിയേഷൻസ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടൊരു അടിപൊളി റെസിപ്പിയാണ്. ഇതെല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചിക്കൻ നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മസാലയൊക്കെ ചേർക്കുമ്പോൾ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ നല്ലപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ അല്ലാതെ ഞാൻ അതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇനി കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് കുറച്ച് മോരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് തൈര് അവൈലബിൾ ആണെങ്കിൽ തൈര് ഒഴിച്ച് കൊടുത്താലും മതി. ഞാനിവിടെ മോരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇവിടെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുതിനയിലയും കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-15 മിനിറ്റോളം മസാലയൊക്കെ നല്ലപോലെ പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 10-15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ പാകത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അതിലോട്ടൊരു വലിയ തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ നന്നായി അടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല, കാരണം ചിക്കനിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ചിക്കനും ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുക്കർ മൂടി വെച്ചിട്ട് 2 വിസിലടിച്ചതിന് ശേഷം 5 മിനിറ്റോളം സ്ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിപ്പോൾ ഇവിടെ 2 വിസിലും 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിവിടെ ശരിക്കും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി എടുത്ത് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം. ഞാനിതിപ്പോൾ ഓരോന്നായിട്ട് തീയിലിട്ട് നല്ലപോലെ പൊള്ളിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ എല്ലാ വശവും നമുക്ക് നല്ലപോലെ പൊള്ളിച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക്